குடியிருக்கும். என்ன மாசுங்க விஜய் தம்பிக்கு. ഈസിലി ഇന്ന് വൺ ഓഫ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് ആണ്. ഞാൻ പറഞ്ഞത് തമിഴ്ന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർസിൽ ഒരാളാണ് വിജയ് സാർ. പുള്ളി ഷോട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്യാമറ അവിടെ ആണെങ്കിൽ പുള്ളി ഇങ്ങോട്ട് മാറി നിൽക്കും. അവിടെ നിൽക്കും, പോവില്ല. ഉടനെ ക്യാരവനിൽ പോയിരിക്കാനൊന്നും പുള്ളി പോവില്ല. പുള്ളി അവിടെ നിൽക്കും. എന്നിട്ട് മറ്റുള്ള ഷോട്ടൊക്കെ ഭയങ്കര ഫോക്കസ്ഡാണ്. പുള്ളി വന്ന് ചെയ്യുന്നു, വീണ്ടും മാറി നിൽക്കുന്നു. അതൊരു ഹീറോ ആണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റേറ്റസിലേക്ക് നടനാണെന്നുള്ള ഒന്നും നമുക്ക് ഫീൽ ചെയ്തു. പുള്ളിയുടെ ഉണ്ടെന്ന് പോലും ഫീൽ ചെയ്തില്ല. വെരി ക്വയറ്റ്, കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ്. நான் அந்த பத்திரிகையில் படிக்கும்போதெல்லாம் அந்த விமர்சனங்கள்லாம் எப்படி இவர் ஏற்றுப்பார் அப்படின்ற விஷயங்கள்லாம் பார்த்துருக்கேன். பட் ஃபேண்டாஸ்டிக் க்ரோத் ஆஃப் அன் ஆக்டர். எனக்கு இன்ஸ்பிரேஷன் அது. அவர் வளர்ந்து வர பாதையில் நம்மளும் ஒரு ஆளாக இருக்கணும். அந்த தாம் தக்க தீம் தக்க சாங்கு, ஸோ அதெல்லாம் நம்மளுக்கு இது மட்டும் இல்லாமல் நம்ம வாழ்க்கையில் என்ன நல்லது கெட்டது எது நடந்தாலும் உடனே ஃபர்ஸ்ட் ஃபோன் வருது அங்கேருந்து தான் வரும். விஜய் சாரை பற்றில சொல்லணும்னா, அது இந்தியாவாக இருந்தாலும் சரி, ஃபாரினாக இருந்தாலும் சரி, எங்கே இருந்தாலும் சரி, அவர் என்னைக்குமே அந்த ஃப்ரெஷ்ஷாக இருக்கிறது இருக்குல்ல, அது என்னைக்குமே கிடையாது. സംസ്ഥാനത്ത് ഇന്ന് 2543 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നു. 2500 പിന്നിട്ടുകൊണ്ട് കോവിഡ് രോഗികളുടെ പ്രതിദിന കണക്ക് മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 2543 പേർക്കാണ് കോവിഡ്-19 ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. ചൈനയിലെ വുഹാനിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥിക്ക് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നു. സിനിമാശാലകൾ ഈ ഘട്ടത്തിൽ ഈ മാർച്ച് 31 വരെ അത് കൂട്ടായി ആളുകൾ എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകും വരെ അടച്ചിടാൻ കൊച്ചിയിൽ ചേർന്ന ചലച്ചിത്ര സംഘടനകളുടെ യോഗത്തിൽ തീരുമാനമായി. 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ സിനിമയെത്തി. കോവിഡ് കാരണം അടച്ചിട്ടിരുന്ന തിയേറ്ററുകൾ ഇന്ന് രാവിലെ 9 മുതലാണ് പ്രദർശനം പുനരാരംഭിച്ചത്. വിജയ് നായകനായ തമിഴ് സിനിമ മാസ്റ്റർ 500-ലധികം സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. നെൽസൺ പടം എടുക്കരുത്, അതാ വേണ്ടുന്നത്. വിജയനെന്ന് വെച്ച് ഇങ്ങനെ എടുത്ത് നശിപ്പിക്കരുത്. വിജയ് മാറണം, ഇങ്ങനെ ഒന്നിനും സിനിമ ചെയ്യരുത്. വൺ ടൈം വാച്ച് മാക്സിമം. ഇതിന് പുള്ളിക്കൊന്നും ചെയ്യാനില്ല. ആ സ്ക്രീൻ പ്ലേ വാസ് സോ വീക്ക്. ദളപതി വിജയ് എന്ന് പറയുന്ന ബ്രാൻഡിനെ വെച്ച് സിനിമ എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം ഫാൻസിനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരിലേക്ക് എടുക്കും പോലെങ്കിലും എടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ അതിൽ കാര്യമില്ല. ഇതിൽ ഇൻട്രോ ഒന്നും ഇല്ല. വിജയെ ഇങ്ങനെ സാധാരണ പോലെ കാണാനല്ലല്ലോ ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത്. ബിലോ ആവറേജ്. വിജയുടെ ഒരു സീരിയൽ കണ്ടിറങ്ങിയല്ലോ.
കൊള്ളത്തില്ല, പടം പോരാ. പടം സാറ്റിസ്ഫൈഡ് അല്ല. സാധാരണ വിജയുടെ പടം ഹിറ്റടിക്കുന്ന ഹിറ്റ് പ്രതീക്ഷിക്കണ്ട. പക്ക ഒരു സീരിയലായിട്ട്, ഒരു ബിഗ് ബഡ്ജറ്റ് സീരിയൽ, ഒരു ലോ ബഡ്ജറ്റ് സിനിമ, അതാണ് വാരിസ്. ഏറ്റവും മോശപ്പെട്ട ഇൻട്രോ. അതെ, നമ്മൾ ഇതുവരെ വിജയിന്റെ ഇത്രയും കാലത്തുള്ള സിനിമകളിൽ ഇത്രയും മോശം ഒരു ഇൻട്രോ കണ്ടിട്ടുണ്ടാവില്ല. അതെ, ഒരു നായകനെ കാണിക്കുന്ന സമയത്ത് എന്താ പറയാ, ഇത്രയും വൃത്തികെട്ട ഒരു CG വർക്ക് ചെയ്ത്, എന്താ പറയാ, ഫോട്ടോഷോപ്പിലും മറ്റേ ഈ പിക്സാർട്ടിലൊക്കെ ചെയ്യില്ലേ, പിക്സാർട്ടിൽ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി രസം ഉണ്ടാവുന്നു. അത്രയും മോശമായിട്ടാണ് ചെയ്ത് വെച്ചത്. അതാ മാറിട്ടാ. രായപ്പനൊക്കെ ചെയ്ത പോലെ നമുക്ക് വിജയെ കാണാനേ സാധിക്കില്ല. അത്രയ്ക്ക് കിടുവായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കണ്ണിലെ ഇന്റൻസിറ്റി എന്നൊക്കെ പറയുന്നത് അത്രയും ഗംഭീരമാണ്. ലോകേഷ് ഈ ലെവലിൽ വിജയനെ ഒരുക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. വിജയ് മാറാനും തയ്യാറായി, അതുപോലെ മാറ്റാൻ ആളും തയ്യാറായി എന്നുള്ളതാണ്. വിജയുടെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ആയിരിക്കും. കരിയർ ബെസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും മേക്ക് ചെയ്തത്. നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് എന്ന് സൂചന. അതെ, ദളപതി ഉറപ്പിച്ചു കഴിഞ്ഞു. കരാറായ ചിത്രങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പൂർണ്ണസമയം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നും വിജയ് വ്യക്തമാക്കി. In Tamil superstar Vijay's political entry is set to take place in 2024. That is, this year itself, Vijay is set to launch his political party soon, we are learning. And actor Vijay is set to contest 2026 Tamil Nadu state polls as well. This is the information coming through sources. தமிழ்நாடு முழுக்க இருக்கிற ஒவ்வொரு மாணவிகளும் அவங்க பேரண்ட்ஸ் கிட்ட போய் அப்பா அம்மா இனிமே காசு வாங்கிட்டு ஓட்டு போடாதீங்கன்னு சொல்லி பாருங்க. ആരാധകരെ ആവേശത്തിലാഴ്ത്തി ദളപതി വിജയ് തിരുവനന്തപുരത്ത്. വൻ സ്വീകരണമാണ് ആരാധകർ വിജയ്ക്കൊരുക്കിയത്. ആരാധകരെ നിയന്ത്രിക്കാൻ വലിയ പോലീസ് സംഘവും വിമാനത്താവളത്തിന് പുറത്ത് എത്തിയിരുന്നു.